മലയാള സിനിമയിലെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ. തൻ്റെ അഭിനയ മികവുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ എന്നേക്കുമായി ഇടം നേടിയ നടിയാണ് മഞ്ജു വാര്യർ. കലോത്സവ വേദിയിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിലെത്തുന്നത്. അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു. പിന്നീട് സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ. 20 വർഷത്തോളം സിനിമയിൽ നിന്നും പൂർണ്ണമായും മഞ്ജു വിട്ടുനിന്നു. എന്നാൽ തിരിച്ചു വന്ന മഞ്ജുവിനെ അതേ സ്നേഹവായ്പോടെ തന്നെയാണ് മലയാളി സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചത്. നിർത്തിയിടത്തു നിന്നും തുടങ്ങുകയായിരുന്നു മഞ്ജു. ഇന്നും മലയാള സിനിമയുടെ സൂപ്പർ നായികയാണ് മഞ്ജു വാര്യർ. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മഞ്ജു വാര്യർ കയ്യടി നേടി മുന്നേറുന്നുണ്ട്. മലയാളികൾ ഇത്രത്തോളം സ്നേഹിച്ച മറ്റൊരു നായിക ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനിടെ ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ പഴയൊരു വീഡിയോ വൈറലായി മാറുകയാണ്. ഷൂട്ടിങ്ങിനിടെ പ്രത്യേകിച്ച് സ്റ്റണ്ട് രംഗങ്ങളും മറ്റും ചിത്രീകരിക്കുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധയോ ടൈമിങ്ങിൽ വരുന്ന പിഴവോ അപകടമുണ്ടാക്കിയേക്കാം. അത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അപകടത്തെക്കുറിച്ച് മുമ്പൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ അതിഥിയായി എത്തിയപ്പോൾ മഞ്ജു മനസ്സ് തുറന്നിരുന്നു. താരത്തിൻ്റെ വാക്കുകൾ ആരാധകർ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ഷൂട്ടിങ്ങിനിടെ വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് മഞ്ജു. ഇപ്പോഴും തൻ്റെ ദേഹത്തുള്ള പാടുകൾ ഷോയിൽ വെച്ച് മഞ്ജു കാണിക്കുന്നുണ്ട്. പിന്നാലെയാണ് താരം ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ സംഭവം തുറന്നു പറയുന്നത്. ചിത്രത്തിലെ വില്ലന്മാരിൽ ഒരാൾ മഞ്ജുവിനെ അയൺ ബോക്സ് വെച്ച് തല്ലുന്നതായിരുന്നു രംഗം. അയൺ ബോക്സ് ഡമ്മിയായിരുന്നു, ഒറിജിനൽ അല്ല. പക്ഷേ അതിൻ്റെ വയറും പ്ലഗ് ചെയ്യുന്ന ഭാഗവും ഒറിജിനലായിരുന്നു. അയൺ ബോക്സ് വന്ന് അടിച്ചിട്ട് പോയി, ഡമ്മി ആയിരുന്നു, അത് പൊട്ടിപ്പോയി. പക്ഷേ പിന്നാലെ ആ വയറും പ്ലഗിൻ ഭാഗവും വന്ന് തലയ്ക്കടിക്കുകയായിരുന്നു എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അടി കിട്ടി ഞാൻ കുനിഞ്ഞു കിടക്കുകയാണ് സീൻ. അപ്പോൾ എനിക്ക് കാണാം എൻ്റെ രക്തം ഒലിച്ചു പോകുന്നത്. പക്ഷേ ഷോട്ട് കഴിയുന്നത് വരെ ഞാൻ അത് ആരോടും പറഞ്ഞില്ല. കഴിഞ്ഞപ്പോഴാണ് മുറിവ് പൊത്തിപ്പിടിച്ച് എഴുന്നേറ്റുന്നത്. അപ്പോൾ തന്നെ എന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണ് മഞ്ജു പറയുന്നത്. ആ പരിക്ക് മൂലം മഞ്ജുവിന് 4 സ്റ്റിച്ച് ഇടേണ്ടി വരികയും ചെയ്തു. ആ സംഭവം കാരണം ആ വില്ലൻ അഭിനേതാവിന് വല്ലാതെ കുറ്റബോധമായിരുന്നുവെന്നും മഞ്ജു പറയുന്നു. അതേസമയം ചില സമയത്ത് തൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിക്കാറുണ്ടെന്നാണ് മഞ്ജു തുറന്നു പറയുന്നത്. തനിക്കും ടൈമിംഗ് തെറ്റുകയും അടി കൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്ന് മഞ്ജു പറയുന്നു. ഇതുപോലെ വേറൊരു അനുഭവം കൂടി മഞ്ജു വിവരിക്കുന്നുണ്ട്. അത് 6-ാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ചിത്രയുടെ മുഖത്ത് മഞ്ജു തല്ലുന്ന സീനുണ്ടായിരുന്നു. അത് ശരിക്കും തല്ലിപ്പോയതാണെന്നാണ് മഞ്ജു പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. അതേസമയം വെള്ളരിപ്പട്ടണം ആണ് മഞ്ജുവിൻ്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു. മലയാളത്തിന് പുറത്ത് തമിഴിലും സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ. മോഹൻലാൽ നായകനായ എമ്പുരാൻ ആണ് മഞ്ജുവിൻ്റെ പുതിയ സിനിമ. ലൂസിഫറിൻ്റെ 2ാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. തമിഴിൽ രജനികാന്ത് ചിത്രം വേട്ടയാൻ, മിസ്റ്റർ എക്സ്, വിടുതലൈ പാർട്ട് 2 എന്നിവയാണ് മഞ്ജുവിൻ്റേതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ. ഹിന്ദിയിൽ അമിക്രി പണ്ഡിറ്റ് എന്ന സിനിമയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.